ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറും അവയുടെ ഉത്തരവുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മോഡലായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും അതിൻ്റെ ആൻസേഴ്സ് എന്നും നോക്കാം. നമ്മളെല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ അതൊക്കെ പോയിട്ട് കാണുക, നന്നായിട്ട് റെഫർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. 2 മണിക്കൂർ 15 മിനിറ്റിൻ്റെ ഒരു മാതൃകാ പേപ്പറാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമെന്ന്. അന്ന് രാത്രി ജു അവളുടെ പുതിയ 8ാം ക്ലാസ് പുസ്തകങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണക്കിൻ്റെ പാഠപുസ്തകം തുറന്നതോടെ വെള്ളത്തിലേക്ക് ഇറക്കിവിട്ട താറാവിനെ പോലെ അവൾ അതിലൂടെ നീന്തിപ്പോയി. അവൾക്ക് കണക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. അക്കങ്ങളും ഗണിതത്തിലെ രേഖകളും ആൾജിബ്രയിലെ അക്ഷരങ്ങളും ചേർന്ന് നടത്തുന്ന വേഷം മാറ്റങ്ങൾ അവളെ രസിപ്പിച്ചിരുന്നു. അവളുമായി അവ ഒളിച്ചു കളിക്കും. ഒരേ സമയം അവളുടെ തലക്കകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നിച്ച ഒരു മായാലോകത്തിലേക്ക് അവളെ വെല്ലുവിളിച്ചുകൊണ്ട് അവ ഓടിപ്പോകും. അവൾ അവൾക്ക് പിന്നാലെ ഓടി ഒരു പടയാളിയെ പോലെ അവയെ വരുതിയിലാക്കും. ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ജൂവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? ശാസ്ത്രം, കണക്ക്, സാമൂഹ്യ ശാസ്ത്രം, ഭാഷ. ഏതായിരുന്നു? കണക്ക് അല്ലേ? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, പുതിയ പാഠപുസ്തകം തുറന്ന ജൂവിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കാൻ കഥാകൃത്ത് ഉപയോഗിച്ച പ്രത്യേക പ്രയോഗം എന്തായിരുന്നു? പിന്നാലെ ഓടുന്ന പടയാളി, അക്കങ്ങളും അക്ഷരങ്ങളും രേഖകളും നടത്തുന്ന വേഷം മാറിക്കളി, വെള്ളത്തിലേക്ക് ഇറക്കിവിട്ട താറാവ്, വേഷമാറ്റം നടത്തുന്ന അക്ഷരങ്ങൾ. ഏതായിരുന്നു? ഓപ്ഷൻ സി, വെള്ളത്തിലേക്ക് ഇറക്കിവിട്ട താറാവ് എന്നുള്ള പ്രയോഗമായിരുന്നു. സി ചോദ്യം, ജു കണക്ക് ശരിയായി പഠിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏത്? അവളുമായി അവ ഒളിച്ചു കളിക്കും. അവളുടെ തലക്കകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നും. സി, അവൾ അവൾക്ക് പിന്നാലെ ഓടി ഒരു പടയാളിയെ പോലെ അവയെ വരുതിയിലാക്കും. ഡി, ഒരു മായാലോകത്തിലേക്ക് അവളെ വെല്ലുവിളിച്ചുകൊണ്ട് അവ ഓടിപ്പോകും. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി ആണ്, അവളുടെ തലക്കകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നും എന്നുള്ളതാണ്. ഇനി ഇതിലെ ഡി, ജുവിൻ്റെ ഗണിതശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആസ്വദിച്ച് പഠിച്ച് പഠനം മനോഹരമാക്കാം. ധാരാളം സമയം പഠനത്തിന് ആവശ്യമുണ്ട്. എഴുതി പഠിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരങ്ങൾ തെറ്റിപ്പോകും. ഇതിൽ ശരിയായിട്ടുള്ളത് ആസ്വദിച്ച് പഠിച്ച് പഠനം മനോഹരമാക്കാം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, രുചി അനുഭവം. അമൃതം നുകരാം യൂണിറ്റ് നിറയെ ഭക്ഷണ വിശേഷമാണ്. നാവിനെ രസിപ്പിക്കുന്ന, വീണ്ടും കഴിക്കാൻ കൊതി തോന്നിക്കുന്ന ചില വിഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. രുചിയും മണവും മറക്കാൻ കഴിയാത്ത ഒരു ഇഷ്ട വിഭവത്തിൻ്റെ രുചി അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നിൻ്റെ രുചി അനുഭവം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഒരെണ്ണം എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ പുട്ടും കടലയുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം. നല്ല ചൂടുള്ള പുട്ടും തേങ്ങ വറുത്തരച്ച കടലക്കറിയും ഒരു വേറെ രുചി തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അടുക്കളയിൽ നിന്നും വരുന്ന ആ ഒരു സുഗന്ധം തന്നെ മതി അന്നത്തെ മുഴുവൻ ഊർജ്ജവും ലഭിക്കാൻ. ചെറിയ ഉള്ളിയിട്ട് കഴിയുമ്പോൾ ഉള്ള ആ സുഗന്ധം ചുറ്റും പരത്തും. ഒരിക്കൽ നാവിൽ പതിഞ്ഞാൽ ആ രുചി പിന്നെ ആരും മറന്നു പോകില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ഇങ്ങനെ എഴുതാവുന്നതാണ്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. സൂചനകളിൽ തെളിയുന്ന കഥാപാത്രം ആര്? നെറ്റിയുടെ 2 അറ്റങ്ങളിലും പളുങ്കിൻ്റെ മണി പോലെ വിയർപ്പിൻ്റെ തുള്ളികൾ ഉരുണ്ടുകൂടി നിന്നു മനസ്സ് വട്ടച്ചെമ്പിനകത്ത് വട്ടമിട്ട് പറക്കുന്നു. അബു, കൽമേയി, പക്കീർ ചിത്താത്ത, പിച്ചായി ഷെയ്ത്താത്ത. ഇതിൽ ആരാണ്? പിച്ചായി ഷെയ്ത്താത്ത എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. സി, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നെവേഞ്ചിയുടെ പ്രത്യേകത എഴുതാനാണ്. വർഷം മുഴുവൻ ലഭിക്കും. പുഴയിൽ നിന്ന് മുങ്ങിയെടുക്കണം. പ്രായമുള്ള പുരുഷന്മാരാണ് ശേഖരിക്കുന്നത്. വെയിലത്ത് വെച്ച് ഉണക്കി കഴിക്കാം. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി, പുഴയിൽ നിന്നും മുങ്ങിയെടുക്കാം എന്നുള്ളതാണ്. ഇതിലെ മൂന്നാമത്തെ പ്രവർത്തനം പ്രതികരണക്കുറിപ്പ് അല്ലെങ്കിൽ വിശകലനക്കുറിപ്പ് എന്നുള്ളതാണ്. പ്രതികരണക്കുറിപ്പ് എന്താണെന്ന് നോക്കാം. പലതരം ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അടുക്കളയിൽ ആരോ ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ നടുവിലും വിശക്കുന്നവർ ഉണ്ടാകുമോ? എന്താണ് കാരണം? പാഠഭാഗത്തെ ആശയവും നിങ്ങളുടെ അഭിപ്രായവും ചേർത്ത് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് വിശകലനക്കുറിപ്പ്. നമുക്ക് എന്തായാലും പ്രതികരണക്കുറിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. യാതൊരുവിധ പ്രതിഫലവും ലഭിക്കാതെ പുലർച്ചെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്നവരാണ് വീട്ടിലെ അമ്മമാർ. വെളുപ്പിനെ തുടങ്ങുന്ന ജോലിയിൽ അവർക്ക് വിശ്രമം ലഭിക്കാറില്ല. വീടിനകത്തും പുറത്തും അനവധി ജോലികൾ ഉണ്ടായിട്ടും അടുക്കളയിലെ പ്രവൃത്തികളാണ് അമ്മയെ കൂടുതലായി ക്ഷീണിപ്പിക്കുന്നത്. രാവിലെയുള്ള പ്രാതൽ മുതൽ ഉച്ചഭക്ഷണം, വൈകുന്നേരത്തെ പലഹാരം, രാത്രി ഭക്ഷണം തുടങ്ങി ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. ഇതിനിടയിൽ അവരുടെ വിശപ്പോ ക്ഷീണമോ ജോലിയെ ബാധിക്കാറില്ല. ഭക്ഷണം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലും അമ്മയുടെ വിശപ്പ് മറക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. കാരണം ഒരു ജോലി കഴിഞ്ഞാൽ അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കും. അതുകൊണ്ടാണ് പലതരം നടന്നുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അടുക്കളയിൽ ആരോ ഒരാൾ വിശന്ന് നിലവിളിക്കുന്നു എന്ന് പറയുന്നത് അമ്മയെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും.
അടുത്തത് വിശകലന കുറിപ്പാണ്. അടുക്കളയിൽ എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അമ്മ. 2 കൈകൾ കൊണ്ട് എത്രയെത്ര പണികളാണ് ചെയ്തു തീർക്കുന്നത്. കുടുംബത്തിന് വേണ്ടിയുള്ള അമ്മയുടെ അധ്വാനം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ അമ്മമാർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് നമ്മൾ ആ കുറിപ്പിൽ എഴുതേണ്ടത്. വാക്കുകൾക്ക് അതീതമായ പ്രതീകമാണ് അമ്മ എന്ന് പറയുന്നത്. പുലർച്ചെ മുതൽ തുടങ്ങുന്ന അവളുടെ ദിനചര്യക്ക് തയ്യാറാക്കൽ, വിളമ്പൽ, മുറ്റം വാരൽ, വൃത്തിയാക്കൽ, വസ്ത്രങ്ങൾ അലക്കൽ, കുട്ടികളെ സ്കൂളിലേക്ക് അയക്കൽ, ഭർത്താവിനെ ജോലിക്ക് വിടൽ, ഉച്ചഭക്ഷണം ഒരുക്കൽ, വസ്ത്രങ്ങൾ മടക്കൽ, വൈകുന്നേരം പലഹാരം പാകം ചെയ്യൽ, രാത്രി ഭക്ഷണം തയ്യാറാക്കൽ, വിളമ്പൽ, പാത്രം കഴുകൽ, അങ്ങനെ പറഞ്ഞാൽ ഒടുങ്ങാത്ത ജോലികളാണ് അവർക്കുള്ളത്. ഈ തിരക്കിനിടയിൽ പല അമ്മമാരും സ്വന്തം സന്തോഷത്തിനും ജീവിതത്തിനും സമയം മാറ്റിവെക്കാറില്ല. ശമ്പളമോ പ്രതിഫലമോ പോലും പ്രതീക്ഷിക്കാതെ, പലപ്പോഴും ഒരു നല്ല വാക്ക് പോലും ഇല്ലാതെ അവർ അടുക്കളയിൽ ഒതുങ്ങിക്കഴിയുന്നു. ആ 4 ചുമരുകൾക്കുള്ളിൽ മാത്രമായി അവരുടെ ജീവിതം ഒതുങ്ങുകയാണ്. അവരുടെ അധ്വാനവും ത്യാഗവുമാണ് നമ്മൾ അനുഭവിക്കുന്ന സുഖജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവരെ മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്യാനും എല്ലാവർക്കും സാധിക്കണം. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാൻ. അമ്മമാർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്, അവരെ നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതാം. അടുത്ത 4ാമത്തെ പ്രവർത്തനം ഡയറി കുറിപ്പ് അല്ലെങ്കിൽ കത്ത് എന്നുള്ളതാണ്. അതിൽ 4A ഡയറി കുറിപ്പാണ്. തൊഴിൽ തേടി കേരളത്തിൽ വന്ന ഞാൻ മലയാളം പഠിച്ചു. ഇപ്പോൾ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഫാഷൻ ഡിസൈനറുമാണ്. മഞ്ഞപ്പറ UP സ്കൂളിൽ തൊഴിൽ നൈപുണി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദറക്സ പ്രവീൺ എന്ന വാക്കുകൾ അഞ്ജുവിൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്തൊരു മിടുമിടുക്കി! അഞ്ജുവിൻ്റെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും, എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഞ്ജു എഴുതുന്ന ഒരു ഡയറി കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ തീയതി, ദിവസം ഇത് രണ്ടും ആദ്യം എഴുതുക. അത് സെൻറ്ററിലല്ല, ഒരു സൈഡിലായിട്ട് എഴുതുക. ഓക്കെ. അതിനുശേഷം ഇന്ന് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു ദിവസമായിരുന്നു. ഇന്ന് സ്കൂളിൽ നൈപുണ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ആ വ്യക്തി തന്നെയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അക്സ പർവീൻ കേരളത്തിലെ സ്വദേശിനിയല്ലെങ്കിലും അവർ മലയാളം വളരെ മനോഹരമായി സംസാരിച്ചതും അവർ കേരളത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നറിഞ്ഞതും ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. തൊഴിൽ തേടിയാണ് കേരളത്തിലെത്തിയത്. ഇവിടെ എത്തിയ ശേഷം അവർ മലയാളം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളിയായ നമുക്ക് വളരെ ലജ്ജ തോന്നുന്ന ഒന്ന് തന്നെയാണ് ഇത്. നമ്മൾ തൊഴിൽ തേടി പലയിടങ്ങളിലേക്കും പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തൊഴിൽ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷയോട് മാത്രം അനുകമ്പയും താല്പര്യവുമുള്ള ആളുകൾക്ക് ഇതൊരു ചിന്തിക്കാനുള്ള അവസരമാണ്. നമ്മുടെ മാതൃഭാഷയെ സംരക്ഷിക്കേണ്ടതും അതിൻ്റെ നിലവാരം ഉയർത്തുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അന്ന് തോന്നുന്ന ഒരു കാര്യങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ട് ഒരു ഡയറി എഴുതുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 4ലെ B ആണ്, കത്താണ്. വിദേശത്ത് ജോലിയെടുത്ത് ജീവിക്കുന്ന കോയയുടെ ചെറിയ വസ്തുക്കളും വലിയ ദുഃഖവും നമ്മൾ തിരിച്ചറിഞ്ഞു. കോയ എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചതാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കത്ത് തയ്യാറാക്കാൻ. അപ്പോൾ കത്ത് എഴുതുമ്പോൾ ആദ്യം തന്നെ സ്ഥലം, തീയതി ഇതൊക്കെ ഉണ്ടായിരിക്കണം. അഡ്രസ്സ് കൊടുക്കണം. പ്രിയപ്പെട്ട അപ്പുവിനെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതാം. അപ്പോൾ അപ്പുവിനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കൂട്ടുകാരൻക്കാണ് നിങ്ങൾ എഴുതേണ്ടത്. നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. വീട്ടിലെ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം. കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ച കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നിന്നോട് ഞാൻ പറയാൻ പോകുന്നത്. കാരണം അതിലെ കോയ എന്ന കഥാപാത്രത്തെ വളരെയധികം എന്നിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചു. അത് നീയുമായി പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പാവം പ്രവാസിയായിരുന്നു കോയ. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ആൺകുഞ്ഞ് പിറന്നപ്പോൾ ആ കുട്ടിക്കും കുട്ടിയുടെ ഉമ്മക്കും വസ്ത്രങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള പൈസ സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ വസ്ത്രങ്ങൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ പാഴ്സൽ അയക്കാനുള്ള പൈസ തികയാതെ വന്നു. ഒരുപാട് ആളുകളിൽ നിന്ന് അന്വേഷിക്കുകയും ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. അവസാനം ഭാര്യയുടെ വസ്ത്രം വിറ്റ് ആ പണം കൊണ്ട് മകൻ്റെ വസ്ത്രം നാട്ടിലെത്തിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അവിടെയും ആ വസ്ത്രങ്ങൾ വിൽക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയും ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുമെന്നുള്ള ആവലാതിയും ഒക്കെയാണ് കഥയുടെ അവസാനത്തിൽ കാണുന്നത്. തീർച്ചയായും ഒരു പ്രവാസിയുടെ നൊമ്പരങ്ങളും വിഷമങ്ങളും അവസ്ഥകളുമാണ് ഈ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ വീട്ടിലും നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവാസികൾ ഉണ്ടായിരിക്കും. അവരെ മനസ്സിലാക്കാനും അവരുടെ ഒപ്പം നിൽക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. സ്നേഹത്തോടെ, ഷാനു. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ എന്താണോ കഥയിൽ പറയുന്നത് അതും നിങ്ങളുടെ ഒരു അഭിപ്രായവും നിങ്ങൾക്കതിൽ എഴുതാവുന്നതാണ്. 5ാമത്തെ പ്രവർത്തനം താരതമ്യക്കുറിപ്പാണ്. എത്ര മഴയാണെങ്കിലും സ്കൂൾ വിട്ടാൽ ഒറ്റ ഓട്ടമാണ്. കുടയൊന്നും ഉണ്ടാവില്ല, നനഞ്ഞോടും. ഉള്ളിലെരിയുന്ന വിശപ്പ് ഓട്ടത്തിന് ശക്തി കൂട്ടും. ഇലയിൽ കുടഞ്ഞിട്ട പുഴുക്കിൻ്റെയും വെളിച്ചെണ്ണയൊഴിച്ച കാന്താരി ചമ്മന്തിയുടെയും ചൂട് കട്ടൻ കാപ്പിയുടെയും മണങ്ങൾ ഒന്നിച്ചെത്തി പടിക്കൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പ്രധാന ലക്ഷ്യമായ അടുക്കളയിലേക്ക് എത്തി നോക്കും. പിന്നെ ഒരൊറ്റ പാച്ചിലാണ്.
കുളിച്ചെന്ന് വരുത്തി ഇലക്കീച്ചിലെടുത്ത പുഴുക്കുമായി നേരെ ഉമ്മറത്തേക്ക്. മുറ്റം വിഴുങ്ങുന്ന മഴത്തുള്ളികളെ നോക്കിയിരുന്ന് എരിവുള്ള ചൂടിനെയും ചൂടുള്ള മധുരത്തെയും ഒന്നിച്ച് നാവ് ഏറ്റുവാങ്ങും. അതിനൊക്കെ പുറമെ നനുത്ത കുളിരുമായി മുത്തശ്ശിയുടെ സ്നേഹം. ബാല്യകാലത്തെ ഓർമ്മകൾ പങ്കുവെച്ചതാണ് ഒരു കൂട്ടുകാരൻ. നിങ്ങൾ പഠിച്ച കൊയക്കട്ട എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൊയക്കട്ട എന്ന പാഠഭാഗത്തിൽ വല്യമ്മയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പാഠഭാഗവും ഇവിടെ പറഞ്ഞിട്ടുള്ള അനുഭവം കൂടെയാണ് നമ്മളൊരു താരതമ്യക്കുറിപ്പായിട്ട് എഴുതേണ്ടത്. മുത്തശ്ശിയുടെ നിഷ്കളങ്കമായ സ്നേഹവും കുട്ടിയോടുള്ള കരുതലും നിറഞ്ഞ അനുഭവമാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ മുത്തശ്ശി സ്നേഹത്തോടെ വിളമ്പുന്ന പുഴുക്ക് ചമ്മന്തി, കട്ടൻ കാപ്പി എന്നിവയുടെ സുഗന്ധവും രുചിയും കുട്ടിയുടെ ഹൃദയത്തിൽ അമൂല്യമായ സ്ഥാനമാണ് നേടുന്നത്. ഇതേ ഭാവം തന്നെയാണ് കൊയക്കട്ട എന്ന് പറയുന്ന പാഠഭാഗത്തിലും. ജോലി കഴിഞ്ഞു വരുന്ന വല്യമ്മ സ്നേഹത്തോടെ പൊതിഞ്ഞുകൊണ്ടുവരുന്ന കൊയക്കട്ട കുട്ടിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നും അതിലൂടെ കുട്ടിക്ക് കിട്ടുന്നത് നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും ഊഷ്മളതയുടെയും പ്രതീകവുമാണ്. വൈകുന്നേരം ആകുമ്പോൾ തന്നെ കുട്ടിയുടെ മനസ്സിൽ ബേജാറും ആവലാതിയുമാണ്. വല്യമ്മയെ കാണാൻ വൈകിക്കഴിഞ്ഞാൽ കുട്ടിക്ക് സങ്കടവും നൊമ്പരവുമാണ്. അതിലൂടെ തന്നെ വല്യമ്മയെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നുണ്ടെന്നും വല്യമ്മ കൊണ്ടുവരുന്ന പൊതി എത്രത്തോളം അവരെ വിലപ്പെട്ടതാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ടിലും ഏകദേശം ഒരേ സംഭവം തന്നെയാണ്, ഒരേ സന്ദേശം തന്നെയാണ് നമുക്ക് നൽകുന്നതെന്ന് പറയാനും സാധിക്കുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തേതാണ് കഥാപാത്ര നിരൂപണം എന്നുള്ളതാണ്. അവസാനത്തെ ചോദ്യം കൂടെയാണ്. പലഹാരങ്ങളുടെ താജ് പണിയുന്ന താത്തയായിട്ടാണ് ചട്ടിപ്പത്രിയിലെ ബിച്ചായി ഷെയ് താത്തയെ നമ്മൾ കണ്ടത്. ഏറ്റവും ശ്രദ്ധയോടെ കൃത്യതയോടെ പലഹാരപ്പണിയിൽ മുഴുകിയിരിക്കുന്ന താത്ത നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ കഥാപാത്രത്തിൽ നിങ്ങൾ കണ്ട പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ബിച്ചായി ഷെയ് താത്തയെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ പലഹാരങ്ങളുടെ താജ് എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ബിച്ചായി ഷെയ് താത്ത എത്രയും പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ പാഠഭാഗം പോയിട്ട് കാണാൻ നമുക്ക് ജസ്റ്റ് ഒരു കഥാപാത്ര നിരൂപണം നോക്കാം. P.A. മുഹമ്മദ് കോയയുടെ സുൽത്താൻ വീട് നോവലിലെ ബിച്ചായി ഷെയ് താത്ത രുചിയുടെ രാജമൊഴി തീർക്കുന്ന ഉമ്മയാണ്. വൃത്തിയും കൃത്യതയും നിറഞ്ഞ അടുക്കളപ്പണിയാണ് അവരുടേത്. അവർ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരിയുടെ മണവും രുചിയും വായനക്കാരെ തന്നെ അതിലേക്ക് നയിക്കുന്നു. മക്കളും പേരക്കുട്ടികളും തൻ്റെ ഈ കഴിവ് കൈവരിക്കണമെന്നും ആഗ്രഹിച്ച അവർ അവരെ കൊണ്ട് തന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും രഹസ്യങ്ങളും അവരുമായി പങ്കിടുന്നത് നമുക്ക് കാണാൻ കഴിയും. ചെയ്യുന്ന പ്രവൃത്തി വളരെയധികം ആത്മാർത്ഥതയും സമയബന്ധിതവും പുലർത്തുന്ന വ്യക്തി കൂടിയാണ് ഇവർ. പാചകം പൂർത്തിയായതിനു ശേഷം മാത്രമേ വിശ്രമം എടുക്കാവൂ എന്നും പലഹാരങ്ങളുടെ താജ്മഹൽ തീർത്ത കൈകൾക്ക് ആശ്വാസവും അതിൽ മനസ്സിൽ നിറഞ്ഞ സംതൃപ്തിയും ലഭിക്കുന്ന നിമിഷം വേണമെന്നും അവർ പറയുന്നു. പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന വ്യക്തി കൂടിയാണ് ഇവർ. ഓക്കെ, അപ്പോൾ ഇവരെ കുറിച്ചിട്ട് ഇതേ രീതിയിൽ നിങ്ങളൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അത് കൂട്ടുകാർ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം കൂടിയാണ് ബിച്ചായി ഷെയ് താത്ത. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് റെഫർ ചെയ്യുക. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.